What's up guys? Welcome back to our channel. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കിട്ടുന്ന ടോപ്പിക്ക് തന്നെയാണ്. അതായത് നമ്മുടെ അടുത്ത് എല്ലാവരും തന്നെ പ്രത്യേകിച്ച് ബിഗിനേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത് പറയാറുള്ളൊരു കാര്യമാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിൽ പെയിൻ തോന്നുന്നു. നമ്മൾ ആ വർക്കൗട്ട് ചെയ്ത മസിലിന് സ്റ്റിൽ പെയിൻ തോന്നുന്നുണ്ട്. അതുപോലെ മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. നമുക്ക് സ്പീഡിൽ മസിൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ പറയുന്ന മസിൽ സോർനെസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് റിക്കവറി കിട്ടാത്തതുകൊണ്ടാണ്. എന്താണ് റിക്കവറി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ പാർട്സ് നമ്മൾ ഏത് മസിലിനാണോ കളിക്കുന്നത് ആ മസിൽ ഡാമേജ് ആകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ റിക്കവറി പ്രൊസീജിയേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ റീബിൽഡ് ആയി വരാത്ത പക്ഷം നമ്മുടെ ഈ പറയുന്ന മസിൽസിന് പെയിൻ നമുക്ക് തോന്നും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസിൽ സോർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഈ പറയുന്ന മസിൽ ഫൈബേഴ്സിന് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന മസിൽ സോർനെസ് അല്ലെ പെയിൻ ഒക്കെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊരു മസിലിന് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ ചിലപ്പോൾ ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പെയിൻ തോന്നുന്നു, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് അല്ല 5-6 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ടച്ച് ചെയ്യുമ്പോൾ സ്റ്റിൽ നമുക്ക് അവിടെ പെയിൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു റിക്കവറിയുടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ മെഷർമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു സംശയം കാണുമായിരിക്കും, ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഈ പറയുന്ന മസിൽ സോർനെസ് ഉണ്ടാകുന്നത്. കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഡാമേജ് ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മുടെ വർക്കൗട്ട് എഫക്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന മസിൽ സോർനെസ്. പക്ഷേ ആ മസിൽ സോർനെസ് ആയിട്ടുള്ള ആ ഒരു മസിൽ, ആ പെയിനുള്ള ഒരു മസിലിന് വെച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ പോയി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെയിനുള്ള ആ ഒരു മസിൽ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. 50% കുറച്ച് വെയിറ്റ് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഡാമേജ് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെർഫോമൻസിൽ നമുക്ക് കുറവ് തീർച്ചയായും സംഭവിക്കും. കാരണം കുറച്ച് വെയിറ്റ് എടുക്കുന്നു, കുറച്ച് പെർഫോമൻസ് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറയുന്ന ഗ്രോത്ത് ഉണ്ടാകത്തുമില്ല. അപ്പോൾ ഇതുപോലെ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല ഒരുപാടധികം ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കോമൺ ആയിട്ട് ഈ പറയുന്ന റിക്കവറിക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ വേറെ കുറച്ച് പുതിയ പോയിന്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം. ഒരു 7 to 8 ഹവേഴ്സെങ്കിലും നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള റിക്കവറി കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ 7 to 8 ഹവേഴ്സ് ഉറക്കം മസ്റ്റാണ്. അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും വാമപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ മസിൽസ് ഇപ്പോൾ സോർനെസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് മസിൽ സോർനെസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വാമപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എല്ലായിടത്തോടും ബ്ലഡ് സർക്കുലേഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള നമുക്ക് ഈ പറയുന്ന മസിൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ലൂബ്രിക്കേഷൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ലൂബ്രിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു എഞ്ചിൻ യൂസ് ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി വിയറും ടിയറും എല്ലാം ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യത, പെട്ടെന്ന് പോയിട്ട് നമ്മളൊരു വലിയ വെയിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ബാർബൽ എടുത്തിട്ട് ഫ്രീ, അതായത് ബാർബിൾ മാത്രമായിട്ട് എടുത്തിട്ട് വെയിറ്റ് ആഡ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ഏത് വെയിറ്റും ആയിക്കോട്ടെ. ഇപ്പോൾ തന്നെ ചെസ്റ്റിൻ്റെ കേസിലോട്ട് നിങ്ങൾ പുഷപ്പ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വർക്കൗട്ടൊക്കെ പോകും. അപ്പം അങ്ങനെ ചെറിയ രീതിയിലുള്ള നമ്മൾ വർക്കൗട്ടുകൾ വാമപ്പുകൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഹെവി വെയിറ്റിലോട്ടൊക്കെ പോകുക. അപ്പോൾ അതാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ള പോയിന്റ്. ഓക്കെ, അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോം റോളിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഫോം റോളിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. സാധാരണ നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുന്നതൊക്കെ തന്നെ പലരും വർക്കൗട്ടിന് ശേഷം ചെയ്യുന്ന ഒരു സംഭവമാണ് ഫോം റോളിംഗ്. അപ്പോൾ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ഈ പറഞ്ഞ ഏത് മസിൽ പാർട്ടിനാണ് വർക്കൗട്ട് ചെയ്തത് ആ മസിൽ പാർട്ടിന് ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ്ങുകൾ ചെയ്യുന്നത് നല്ലതാണ്. വർക്കൗട്ടിന് ശേഷം ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ടിന് ഇടയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓരോ വർക്കൗട്ടും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോം റോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റിക്കവറിയുമായി ബന്ധപ്പെട്ട് 4 പഠനങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് അതിൽ 3 പഠനങ്ങളും ഫോം റോളിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിക്കവറി ഫാസ്റ്റായിട്ട് നടക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോം റോളിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഏതൊരു പാർട്ടിനാണ് നമ്മുടെ മസിൽ പാർട്ടിൽ, ഇപ്പോൾ നമ്മൾ ലെഗിന് വേണ്ടി വർക്കൗട്ട് ചെയ്തു, അപ്പോൾ ആ ലെഗിൽ ഏതൊരു പോയിന്റിൽ ഇരുന്നിട്ട് നമുക്ക് നല്ലൊരു ടെൻഷൻ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ പ്രഷർ കൊടുക്കുന്ന രീതിയിൽ ഈ പറയുന്ന ഫോം റോളിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിക്കവറി ആയിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. ഫോം റോളിംഗ് ഒരിക്കലും നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്ത് വളരെ സ്ലോ
ആയിട്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ രീതിയിൽ വളരെ നമുക്ക് ടെൻഷൻ കൂടുതലുള്ള ഭാഗത്ത് നല്ല പ്രഷറൊക്കെ അപ്ലൈ ചെയ്ത് വേണം നമ്മൾ ഈ ഫോം റോളിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്തതായിട്ടുള്ള പോയിന്റ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രീഷൻ തന്നെയാണ്. അപ്പോൾ ന്യൂട്രീഷനകത്ത് വരുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ പറയുന്ന ന്യൂട്രീഷൻ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആ ഒരു എന്താ പറയണ്ടേ മസിൽസ് നമ്മൾ ആ ഡാമേജ് ആയുള്ള മസിൽസിന് വീണ്ടും റീഗ്രോത്ത് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു 60 kg ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ മിനിമം 120 ഗ്രാമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടായിരിക്കണം, ഡെയിലി കഴിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ ഹോളക്സിൻ്റെ അകത്തുനിന്നും അതുപോലെ തന്നെ ഫിഷിൻ്റെ അകത്തുനിന്നും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന മീറ്റിൻ്റെ അകത്ത്, അതായത് നമ്മുടെ എന്താ പറയണ്ടേ ചിക്കൻ ബ്രസ്റ്റിൻ്റെ അകത്തുനിന്നൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. അത് നമ്മുടെ ഈ ന്യൂട്രീഷനകത്ത് പറയുന്ന ഒരു പോയിന്റ് മാത്രമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലിമെന്റ്സ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ന്യൂട്രീഷൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന ഫുഡിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം ഫുഡിൻ്റെ അകത്ത് നമുക്ക് ന്യൂട്രീഷൻസ് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലിമെന്റ്സിനെ നമ്മൾ സമീപിക്കുകയേ രക്ഷയുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രോട്ടീൻ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും വേ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്ന വേറൊരു സംഭവമാണ് നമ്മുടെ ഈ പറയുന്ന omega-3 എന്ന് പറയുന്ന സംഭവം. അപ്പോൾ omega-3 എങ്ങനെയാണ് സഹായിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാബോളിക് സിഗ്നൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സിഗ്നൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ അനാബോളിക് സിഗ്നൽസ് ഒക്കെ സ്ട്രെങ്തൻ ആയിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗ്രോത്ത്, മസിൽ ഗ്രോത്തും റിക്കവറി ഒക്കെ ഫാസ്റ്ററായിട്ട് നടക്കും. അപ്പോൾ അതുകൊണ്ടായിട്ടാണ് നമ്മൾ ഈ പറയുന്ന omega-3 ധാരാളമായിട്ട് കഴിക്കണം എന്ന് പറയുന്നത്. omega-3 നമുക്ക് അവിടെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷിൻ്റെ അത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് omega-3 ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾസ് അവൈലബിൾ ആണ്, സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. അത് വാങ്ങി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡോസേജ് എങ്ങനെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 gram to 3 grams ഒക്കെ വരെ നമുക്ക് ഒരു ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തായിട്ട് വരുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഫീനാണ്. അപ്പോൾ കഫീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പ്രീ വർക്കൗട്ടിന് സമയത്ത് നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡാണ്, വർക്കൗട്ടിന് മുന്നേ കഴിക്കുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ഈ കഫീൻ നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന റിക്കവറി ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഡോസേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 milligram ഒക്കെ നമ്മൾ കഴിച്ചാൽ മതി, നമുക്ക് നല്ല ഒരു റിക്കവറി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടമിൻ. അപ്പോൾ ഗ്ലൂട്ടമിൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇതൊരു നോൺ എസെൻഷ്യൽ അമിനോ ആസിഡാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഗ്ലൂട്ടമിൻ എന്ന് പറയുന്നത്. പക്ഷേ ഗ്ലൂട്ടമിനൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസമൊക്കെ പിടിക്കും. അപ്പോൾ അത്രയും ദിവസം നമുക്ക് ഈ സോർണസും വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി സാധിക്കത്തില്ല. വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പെയിനും വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് സപ്ലിമെൻറ്റ്സിൻ്റെ രൂപത്തിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. സപ്ലിമെൻറ്റ്സ് നമ്മൾ മേടിച്ച് കഴിക്കുന്നത് നല്ലതാണ്. പല വേ പ്രോട്ടീൻ്റെ അകത്തുനിന്നും ഈ പറയുന്ന ഗ്ലൂട്ടമിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഏകദേശം പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ഈ പറയുന്ന റിക്കവറി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ സ്ലീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഹൈഡ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന ഫോം റോളിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്, വാമപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ ഈ പറയുന്ന അമിനോ ആസിഡ്സ് നമ്മൾ അതായത് പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഗ്ലൂട്ടമിന്, അതുപോലെ കഫീന്, അതുപോലെ തന്നെ omega-3 പോലുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പ്രോട്ടീൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഡെഫിനറ്റായിട്ട് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.